മോളെ വലതുകാലം എടുത്തു വെച്ച് കയറി വാ. മോളെ ഇന്ന് മുതൽ ഇതാട്ടോ മോളെ വീട്. ഞങ്ങളെ സ്വന്തം അച്ഛനും അമ്മയായിട്ട് കാണണം മോളെ. ഞങ്ങൾ സ്വന്തം മോളെ പോലെ കാണും. ഞങ്ങൾക്ക് പെൺകുട്ടികളൊന്നും ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് മോളെ ഞങ്ങൾ സ്വന്തം മോളായിട്ട് തന്നെ കാണും. പിന്നെ മോക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ഇവിടെ ഭയങ്കര ഫ്രീഡാണ്. അവനോട് ചോദിക്കുക, അമ്മേനോട് ചോദിക്കുക, അമ്മേൻ്റെ ഭർത്താവിനോടും കൂടി ചോദിച്ചിട്ട് മോളെ വിടാട്ടോ. അപ്പം തന്നെ നമ്മളെ ഫ്രീഡം മോക്ക് മനസ്സിലായില്ലേ മോളെ. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ 4 ആൾ അറിയണമെങ്കിൽ താലിമാലയും സിന്ദൂരൊക്കെ നിർബന്ധ. മോളിൽ സിന്ദൂരം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. ലിപ്സ്റ്റിക് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അതുപോലെ അമ്മ തൊട്ട് മറ്റേ ചുമന്ന പൊട്ട് തൊടണേ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ കറുത്ത പൊട്ട് തൊടാനേ പാടില്ല. ചുമന്ന പൊട്ട് ചെറുതാണെങ്കിലും മോള് തൊടണം കേട്ടോ. മോള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറുത്ത പൊട്ട് അമ്മ തൊടിയിലേക്ക് കളഞ്ഞിണ്ടേ, ഒന്നും തോന്നേ. മോളെ അമ്മയ്ക്ക് തീരെ വയ്യ, മോളൊന്ന് ഇത്തിരി ചായ ഉണ്ടാക്കുവോ? അത് മാത്രല്ല അച്ഛനിപ്പോൾ അമ്മ ഉണ്ടാക്കുന്നൊന്നും ഇഷ്ടമില്ല. മോള് വന്ന ശേഷം മോൾ ഉണ്ടാക്കുന്ന ചായക്കോ എല്ലാത്തിനും അതേ ഇഷ്ടമുള്ളൂ. മോളൊന്നും ഉണ്ടാക്കുവോ? ഒന്നും തോന്നല്ലേ. അമ്പലത്തിൽ എന്തൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ അപ്പോൾ ഒക്കെ പീരിയഡ്സ് ആവും. മോളോട് വേറെ ഇരിക്കാനൊന്നും അമ്മ പറയില്ല. ഞങ്ങൾ മോഡേൺ ഫാമിലി ആണല്ലോ, അതുകൊണ്ട് ഇവിടെ വേറെ ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷെ ഓൻ അമ്പലത്തിൽ പോകുമ്പോൾ എടുക്കുന്ന മുണ്ട്, പിന്നെ ആ സോഫയിൽ ഇരിക്കുക, അവിടെ ഇരിക്കുക, അത് ഇത് തൊടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഓൻ അമ്പലത്തിലേക്ക് എടുക്കുന്ന മുണ്ടൊക്കെ പറഞ്ഞു തന്നാൽ മതി, അമ്മ എടുത്ത് കൊടുത്തോളാം. ദൈവത്തെ ഓർത്ത് അശുദ്ധിയാക്കരുത്. നോട്ട് ദ പോയിന്റ്, അശുദ്ധിയാക്കരുത് കേട്ടോ. മോളെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടീനെ കണ്ടില്ലേ, രാവിലെ എണീറ്റ് കുളിച്ച് ഇഴക്കെടുത്ത് പിരിച്ചിടണ അമാരൊക്കെ നടക്കണോ? അതാണ് ഇവിടെ അച്ഛനൊക്കെ ഇഷ്ടം. പിന്നെ അച്ഛൻ തിന്നായിരിക്കുമ്പോൾ നമ്മൾ കൂടെ ഇന്ന് തിന്നണം, അതൊക്കെ മൂപ്പർക്കൊരു സന്തോഷമാണ്. എന്നിപ്പോൾ അത് അമ്മയ്ക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. ഒക്കെ മോൾ കണ്ടറിഞ്ഞ കൂടി ചെയ്തോളൂ. നിങ്ങൾക്ക് എൻ്റെ മരോളം ഇഷ്ടമായോ? എനിക്ക് ബോധിച്ചിട്ടൊന്നുമില്ല. എൻ്റെ അത്ര നേരം എന്നെ പോലെ കാണാൻ ഭംഗിയൊന്നുമില്ല, ഒരു ചന്തല്ലാത്ത പെണ്ണ്. എൻ്റെ മോൻ നല്ല പണി വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ. ഓൻ നല്ല പെണ്ണിനെ കിട്ടീനെ. ഓൻ പൊട്ടനായിട്ടാണ് ആ പെണ്ണിനെ കെട്ടി ഇങ്ങോട്ട് പോകുന്നത്. എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു 100 പവൻ സ്വർണ്ണവും ചടങ്ങനുസരിച്ച് പാത്രങ്ങളും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇതൊക്കെ കൊണ്ടുവരണം. പിന്നെ അതുപോലെ ഞങ്ങളെ പൊന്നു പോലെ നോക്കണം. ഞങ്ങൾ കാളം വരച്ചതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കരുത്. ഞങ്ങളെ കൂടെയല്ലേ നിൽക്കുന്നവള്. അപ്പം ഞങ്ങൾ പറയുന്നതല്ലേ കേൾക്കണ്ടേ. ഓൻ പണിക്ക് പോയി പിന്നെ ഞങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത്. അപ്പം അങ്ങനത്തേക്ക് കണക്കൂട്ടലേ ഇനിയൊക്കെ തല തെറിച്ച് ഒരു പെണ്ണ് അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വരും, അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. എന്തോ ഒരു ജായി പെണ്ണ്, ഒരു തുള്ളിച്ച് പെണ്ണിനെ അവൻ കെട്ടിക്കൊണ്ടുപോകുന്നത്. എനിക്കിഷ്ടായില്ല. നിങ്ങൾക്ക് ഇഷ്ടായോ?